ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഫുഡ് ഫോർ ഹെൽത്ത്. ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ ദം ഇൻ പ്ലെന്റി ആർ ഗിവൺ ബിലോ. മാച്ച് ദം ഡ്രോയിങ് ലൈൻസ്. മക്കൾക്ക് ചോദ്യം മനസ്സിലായോ? ഇവ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ഏതായിരിക്കും മക്കളെ? സീരിയൽസ്. നെക്സ്റ്റ് മിനറൽസ് ഏതായിരിക്കും? ലീഫ്ലി വെജിറ്റബിൾ. അടുത്തത് ഫാറ്റ് ഏതായിരിക്കും? ഓയിൽസ്. നെക്സ്റ്റ് പ്രോട്ടീൻ ഏതായിരിക്കും? പൾസസ് ആൻഡ് എഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ ഹെൽത്ത് ഇഷ്യൂ ഫേസ്ഡ് ബൈ എ പേഴ്സൺ ഹൂ ഡസൻറ്റ് ഈറ്റ് ഫുഡ് കണ്ടെയ്നിങ് അയഡിൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? അയഡിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാത്ത ഒരാൾക്ക് നേരിടുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ് മക്കളെ? നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി അന്ധത. അതല്ല അല്ലേ? അടുത്തത് റിക്കറ്റുകൾ. അടുത്തത് അനീമിയ. അടുത്തത് ഗോയിറ്റർ. എന്തായിരിക്കും അതിൻ്റെ ആൻസർ? ഗോയിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അവർ ബോഡി കാൻ ഡൈജസ്റ്റ് ഫൈബർ. ഇഫ് സോ, വൈ ഈസ് ഇറ്റ് സേഡ് ദാറ്റ് വി ഷുഡ് ഈറ്റ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ ഫൈബർ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഫൈബർ ദഹിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും മക്കളെ? ഫൈബേഴ്സ് ഹെൽപ്പ് ഇൻ ദ സ്മൂത്ത് മൂവ്മെന്റ് ഓഫ് ദ വേസ്റ്റ് മെറ്റീരിയൽസ് ത്രൂ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? വൻകുടലിലൂടെ മാലിന്യ വസ്തുക്കളുടെ സുഗമമായ ചലനത്തിന് നാരുകൾ സഹായിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which nutrient is required for the health of teeth? From which food items do we get these nutrients? എന്താ പറഞ്ഞിരിക്കുന്നത്? പല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകം ഏതാണ്? ഏതൊക്കെ ഭക്ഷണങ്ങളിൽ നിന്നാണ് ഈ പോഷകം ലഭിക്കുന്നത്? അപ്പോൾ എന്തായിരിക്കും മക്കളെ അതിൻ്റെ ആൻസർ? പല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകമാണ് വിറ്റാമിൻ സി. ഈ പോഷകം ലഭിക്കുന്ന ഫുഡ് ഏതൊക്കെയാണ് മക്കളെ? ഫ്രം gooseberry, drumstick leaves, papaya. Next question: the teacher gave me an iron tablet today, but I didn't eat it. Do you agree with Aruna? Why? എന്താ പറഞ്ഞിരിക്കുന്നത്? ടീച്ചർ ഇന്ന് എനിക്ക് അയൺ ടാബ്ലറ്റ് തന്നു, പക്ഷേ ഞാൻ അത് കഴിച്ചില്ല. അരുണയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? No, iron is necessary for the production of hemoglobin in blood. Therefore, enough iron is not obtained through food. It leads to anemia. Iron tablets are distributed in school to prevent anemia caused by iron deficiency. എന്താ പറഞ്ഞിരിക്കുന്നത്? അയൺ നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയ്ക്കുന്നു. അതിനാൽ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിന് അയൺ ലഭിച്ചില്ലെങ്കിൽ അത് വിളർച്ചയ്ക്ക് കാരണമാകുന്നു. അയണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന വിളർച്ച തടയാൻ സ്കൂളുകളിൽ അയൺ ഗുളികകൾ വിതരണം ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ റിക്വയർഡ് ബൈ അവർ ബോഡി ഇൻ ലെസർ ക്വാണ്ടിറ്റീസ്. Hence, it's enough to include small quantities of food items which contain them in our diet. This is a child's opinion. Do you agree with this? Why? എന്താ പറഞ്ഞിരിക്കുന്നത്? വിറ്റമിനും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതിനാൽ അവ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറിയ അളവിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഇത് ഒരു കുട്ടിയുടെ അഭിപ്രായമാണ്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? Not agree, because the body only needs a small amount of vitamins and minerals. However, if they are not available in sufficient quantities, deficiency disease related to them may occur. ആ പ്രസ്താവനയോട് യോജിക്കുന്നില്ല. എന്താ കാരണം മക്കളെ? കാരണം ശരീരത്തിന് വളരെ കുറച്ച് വിറ്റാമിനുകളും ധാതുക്കളും മാത്രമേ ആവശ്യമുള്ളൂ. എന്നിരുന്നാലും അവ വേണ്ടത്ര അളവിൽ ലഭ്യമല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട അപര്യാപ്ത രോഗങ്ങൾ ഉണ്ടാകാം. അപ്പം ബേസിക് സയൻസിന്റെ ലെറ്റ്സ് അസസിന്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ ഇന്ന് നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ മക്കളെ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം.